യമുനയുടെയും ദേവന്റെയും മക്കളെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കൊക്കെ വൈറലാകാറുണ്ടായിരുന്നു. യമുനയും ദേവനും ഒരുമിച്ചതിനു ശേഷമാണ് കൂടുതൽ പ്രേക്ഷകരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളൊക്കെ തന്നെയും ഇപ്പോൾ യമുനയുടെ മക്കളെക്കുറിച്ചാണ്. 2 പെൺമക്കളാണ് യമുനയ്ക്ക് ഉള്ളത്. യമുനയുടെ മൂത്ത മകൾ ഇപ്പോൾ ഒരു ഡോക്ടറാകാനുള്ള പരിശ്രമത്തിലാണ്. ഡോക്ടറായി എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ മകൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. രണ്ടുപേരുടെയും ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഇവരുടെ വിശേഷവും വാർത്തയുമെല്ലാം ആരാധകർ തന്നെ ഒരുപോലെ ഏറ്റെടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തകളായി മാറുകയാണ് ഇത് എന്ന് പറയാം. ദേവന്റെ മകൾ US-ലാണെങ്കിലും ഇടയ്ക്ക് യമുനയുടെയും ദേവനെയും ഒക്കെ കാണാൻ നാട്ടിലെത്തുമായിരുന്നു. ദേവന്റെ മുൻ ഭാര്യ വന്നപ്പോൾ ഇരുകൈയും നീട്ടിയാണ് യമുന സ്വീകരിച്ചതും. ഒരുപക്ഷെ യമുനയുടേതും ദേവന്റേതും ഈ ഐക്യം തന്നെയാണ് ഈ ദമ്പതികളെ മലയാളികൾ ഏറ്റെടുക്കാൻ കാരണമെന്നും നമുക്ക് പറയാം. മുൻപ് സീരിയലുകളിൽ സജീവമായിരുന്ന സമയത്ത് കിട്ടിയ അത്രയും സ്വീകരണമാണ് ഇപ്പോൾ ദേവനുമായുള്ള വിവാഹശേഷം യമുനയ്ക്ക് കിട്ടിയതെന്നും തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ഭാഗ്യവുമാണ് ദേവേട്ടനെന്നും പലവട്ടം യമുന പറഞ്ഞതാണ്. ഇപ്പോഴും തന്റെ യഥാർത്ഥ ഏറ്റവും പുത്തൻ വിശേഷങ്ങളാണ് താരം പങ്കുവച്ചത് എന്ന് പറയുന്നു. മൂത്താള് വിദേശത്താണ്, ജോർജിയയിലാണ്. ഞാൻ കുറച്ച് ദിവസം അവിടെയായിരുന്നു. അവൾ അവിടെ MBBS പഠിക്കുകയാണ്. ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇളയാള് 10ാം ക്ലാസ്സിലാണ്. അമ്മയുടെ ഫാമിലി മീറ്റപ്പ് ആയതുകൊണ്ട് സിജോയുടെ വിവാഹത്തിനുണ്ടാകില്ല എന്ന് യമുന ഇടയ്ക്ക് പറഞ്ഞ വാർത്തയിലാണ് മക്കളെക്കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. ചന്ദനമഴ എന്ന സീരിയലിന്റെ 2ാം ഭാഗം വന്നാൽ ഉറപ്പായും ഞാനുണ്ടാകും. അതിലെന്റെ കഥാപാത്രത്തിന്റെ ഭർത്താവായി എത്തുന്ന ആളും ദേവേട്ടൻ എന്നാണ് പേര്. ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് യമുനയ്ക്ക് എപ്പോഴും തോന്നാറുള്ളത്. ബിഗ് ബോസിലെത്തിയാൽ പൊതുവെ താരങ്ങളോടുള്ള ഇഷ്ടം കുറയുമെന്നാണ് പൊതുവെയുള്ള സംസാരം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട താരങ്ങളാരും ബിഗ് ബോസിൽ പോകല്ലേ എന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കാറുള്ളത്. എന്നാൽ യമുന പോയപ്പോൾ അങ്ങനെയല്ലായിരുന്നു. യമുനയ്ക്ക് നല്ല രീതിയിൽ തന്നെ ആരാധകരുടെ പിന്തുണയുണ്ടായിരുന്നു. യമുന ബിഗ് ബോസിൽ പോയി തിരിച്ചു വന്നപ്പോൾ അത് ആരാധകർക്ക് തന്നെ ആവേശമായിരുന്നു. അതോടെ അവർ യമുനയുടെ വാർത്തകളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് യമുനയുടെ വാർത്തകൾക്ക് എല്ലാവരും പ്രാധാന്യം നൽകുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. യമുനയും യമുനയുടെ ഭർത്താവ് ദേവനും അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. വിശേഷങ്ങളെല്ലാം ചെറുതായെങ്കിലും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ ദേവന്റെയും യമുനയുടെയും മക്കളുടെ വാർത്തകൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ താരത്തിൻ്റെ കുടുംബത്തിനെ മുഴുവൻ തന്നെ. ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു താരകുടുംബം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെതെന്ന് പറഞ്ഞേ മതിയാകൂ. കാരണം എപ്പോഴും ഇവരുടെ കുടുംബ വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ദേവനോടായാലും യമുനയോടായാലും ഒരു പ്രത്യേക ഇഷ്ടം പ്രേക്ഷകർക്കുണ്ട്. അത് പ്രേക്ഷകർ എപ്പോഴും കാണിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഇവരോട് എപ്പോഴും പരാതികൾ പറയാറുണ്ട്. നിങ്ങൾ മക്കളുടെ ചിത്രങ്ങൾ കൂടുതൽ പങ്കുവയ്ക്കൂ എന്നത്. അങ്ങനെയാണ് ഇപ്പോൾ മക്കളുടെ വിശേഷവുമായി യമുന എത്തുന്നത്. നിങ്ങൾ എപ്പോഴും എന്നോട് മകളുടെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് പലപ്പോഴും പറയാൻ പറ്റാറില്ല. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങളത് കേൾക്കണമെന്നാണ് പ്രേക്ഷകർ തന്നെ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നു. ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരമായതുകൊണ്ട് തന്നെയാണ് യമുനയുടെ വാർത്തകൾ വൈറലാകുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.